ഇൻഷോട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷോട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കാണുവാൻ സാധിക്കും. വീഡിയോ, ഫോട്ടോ, കൊളാഷ്. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ ന്യൂ എന്ന ഓപ്ഷൻ, അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ന്യൂ. ഈ ന്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ കവർ ചെയ്ത വീഡിയോകൾ കാണുവാൻ സാധിക്കും. അതിൽ ഏതാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വീഡിയോ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും. ക്യാൻവാസ്, ഓഡിയോ, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ്, ഇഫക്റ്റ്, ഫിൽറ്റർ, PIP, പെർഫെക്റ്റ് കട്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായി നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ നല്ല ഭംഗിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി ആദ്യം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്കോ ടിക്ടോക്കിലേക്കോ അതിലേതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ ആ ഒരു ക്യാൻവാസിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറും. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ക്യാൻവാസ് 19:9 എന്ന റേഷ്യോയിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റിയെടുക്കുകയാണ്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ആ ഒരു റേഷ്യോയിലേക്ക് ഈ വീഡിയോ മാറിയിരിക്കുന്നു. ഇനി അടുത്തൊരു ഓപ്ഷൻ ഓഡിയോയാണ്. ഈ ഓഡിയോ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മ്യൂസിക്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്കുകൾ എല്ലാം നമ്മൾ ഇൻഷോട്ടിലെ മ്യൂസിക്കിൽ ഉണ്ടാവും. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് ലഭ്യമാവും. ഇതിൽ നമ്മൾക്ക് മൈ മ്യൂസിക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ടിപ്പുറത്ത് ഇഫക്റ്റൊക്കെ കാണാം. എന്നാൽ നമുക്ക് ആവശ്യമുള്ള മൈ മ്യൂസിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈ മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം മ്യൂസിക്കുകളെല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മൾക്ക് ആവശ്യമായ മ്യൂസിക് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു തൈ നടാം എന്നുള്ള ഒരു കവിതയാണ് എടുത്തത്. അത് നമ്മൾ യൂസ് എന്നതിന് എൻ്റെ റൈറ്റ് സൈഡിൽ യൂസ് എന്നുണ്ടാവും. ആ യൂസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ വീഡിയോയോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ ഒരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനുള്ളത്. മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ അവിടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് റെക്കോർഡാണ്. നമ്മളെങ്ങനെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം? അതിൽ നമ്മൾ റെക്കോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു റെഡ് സർക്കിൾ കാണാൻ സാധിക്കും. ആ സർക്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1, 2, 3 ഇങ്ങനെ ഒരു നമ്പർ കാണാൻ സാധിക്കും. ഇപ്പോൾ 3, 1. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോസ്റ്റ് ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ ഓഡിയോ കൊടുത്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ടിക്ക് മാർക്ക് കാണാം. ആ ടിക്ക് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്ക് നൽകിയ വോയിസ് ആ വീഡിയോയോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ വീഡിയോൻ്റെ ഒറിജിനൽ സൗണ്ട് മ്യൂട്ട് ചെയ്യണം. അതിന് വോളിയം ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ വോളിയം നേരെ 0 ആക്കി വെക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ ഒറിജിനൽ സൗണ്ട് മ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്റ്റിക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്ക് ഇൻഷോട്ട് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ സ്റ്റിക്കർ എടുത്ത് നമുക്ക് ഈ വീഡിയോൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ സ്റ്റിക്കറിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ടി മാർക്ക് കാണാം. അത് ടെക്സ്റ്റാണ്. നമുക്ക് ഈ വീഡിയോയിൽ എന്താണോ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അത് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അത് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അത് കറക്റ്റായിട്ടുള്ള എന്താണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്നുകൂടെ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷോട്ട് തന്നെ ഒരുപാട് എഫക്റ്റുകൾ നമ്മൾക്ക് തരുന്നുണ്ട്.
അതിന് നമ്മൾ എഫക്റ്റ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മോഡലിലേക്കാണ് നമ്മുടെ വീഡിയോ മാറ്റേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ആ ഒരു എഫക്റ്റ് നമുക്ക് വീഡിയോയുടെ എവിടം വരെയാണോ വേണ്ടത് അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കി എവിടെയാണോ വേണ്ടത് അവിടം വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു എഫക്റ്റ് ആ വീഡിയോയിൽ ലഭിക്കും. അടുത്തതായിട്ട് നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേഴ്സർ നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റിൽ അമർത്തി കഴിഞ്ഞിട്ട് എവിടം വരെയാണോ നമുക്ക് ആ വീഡിയോ വേണ്ടാത്തത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമ്മൾ അത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്യുക, ഡിലേറ്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് ഡിലേറ്റ് ആയി മാറുന്നതാണ്. നമ്മുടെ വീഡിയോ എത്രത്തോളം സ്പീഡാക്കണോ അതിന് വേണ്ടിയിട്ട് അവിടെ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീഡ് എത്രത്തോളമാണോ നമുക്ക് വേണ്ടത് അത്രത്തോളം കൂട്ടുകയോ കുറക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് എടുക്കുക. നമ്മുടെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച അതേ സ്പീഡിൽ തന്നെ വന്നിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ നമ്മൾ നൽകിയ വോയിസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വോയിസിൻ്റെ ആ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വോയിസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷോട്ടിൽ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇൻഷോട്ട് എന്ന വാട്ടർമാർക്കിനോട് ചേർന്ന് ഒരു ഇൻറ്റു മാർക്ക് കാണാൻ സാധിക്കും. ആ ഇൻറ്റു മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഷോട്ട് എന്ന വാട്ടർമാർക്ക് നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ റിമൂവ് എന്ന് പറയുന്ന ഈ പേജ് കിട്ടും. ആ ഫ്രീ റിമൂവ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് വാട്ടർമാർക്ക് പോയി നമുക്ക് നമ്മുടെ വീഡിയോയിൽ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തത് വീഡിയോൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോൻ്റെ മോഡലായിട്ട് എക്സ്പോർട്ട് കാണാം. എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഒരു പെർസെൻറ്റേജ് കണക്കായിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 100% ആയി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പിന്നെ ഇത് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ വിടേണ്ടത്, വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഏതിലേക്കാണെന്ന് വെച്ചാൽ അതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഷോട്ടിലൂടെ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് കാണുകയെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ, ഗുഡ് ബൈ.